അമുസ്ലിങ്ങളായ ആളുകളോട് എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് സാദൃശ്യപ്പെടലും അവരെ അനുകരിക്കലും ഇതും വിദേഹത്ത് പകരാനുള്ള ഒരു കാരണമാണ്. ഈസാ നബിയുടെ കാര്യത്തിൽ ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ ഉസൈറിന്റെ കാര്യത്തിൽ ജൂതന്മാർക്കും ഉണ്ടായ കാര്യങ്ങളെന്തോ അത് മുസ്ലിങ്ങളും പിൻപറ്റി അവരോട് സാദൃശ്യരായി. അപ്പൊ എന്തായി? നബിയെ അവർ ചെയ്തതുപോലെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയുന്നില്ലെങ്കിലും അള്ളാഹുവിന് സമനായി തുല്യനായി. നബി പോകട്ടെ ഇവിടെ ഈ CM മടവൂർ എന്ന് പറയുന്ന 10 വർഷത്തിലധികം തനി ഭ്രാന്തനായി താമസിച്ച ഒരു റൂമിൽ പീടികൾക്ക് മുകളിൽ ആരുമായി ബന്ധമില്ല സ്ഥാപിച്ച ആ ഒരു മനുഷ്യനെ എന്ത് ചെയ്തു? അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. ഇതൊക്കെ എന്താണ്? മറ്റുള്ളവരോട് സാദൃശ്യപ്പെടലാണ്, അവരുടെ നടപടികളെ പിൻപറ്റലാണ്. ഇതിനൊക്കെ എല്ലാ ശിർക്കിനും പൂർവികരിൽ മാതൃകയുണ്ട്. അതേ വഴിയെ മുസ്ലിങ്ങൾ സഞ്ചരിക്കുന്നു. ഇതിന് വേറെ പല കാര്യങ്ങളിലേക്ക് പരിശോധിച്ചാൽ ഇപ്പൊ ബർത്ത്ഡേ ആഘോഷം അത് സ്വന്തം മക്കളുടെ പേരിലാണെങ്കിലും നമ്മളെ പേരിലാണെങ്കിലും അതിന്റെ പേരിൽ വീട്ടിലോ ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണെങ്കിലും മുട്ടായി വിതരണമാണെങ്കിലും കേക്ക് മുറിക്കലാണെങ്കിലും എന്തായാലും ശരി, ആളുകളുടെ ബർത്ത്ഡേ ആഘോഷം അതിനേക്കാൾ വലുതാണ് നബിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുക. നബിന്റെ ബർത്ത്ഡേ വിധേയത്താണ് എന്ന് പറയുന്ന മുജാഹിദുകളും സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കുന്നു, വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, കുട്ടികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ. അപ്പോ മറ്റത് വിധേയത്തും ഇത് സുന്നത്തുമാകുന്നത് എങ്ങനെയാണ്? ഇവിടെ എന്താണ്? മറ്റുള്ളവരെ ആഘോഷങ്ങളെ പിൻപറ്റുകയാണ്. ഇതുപോലെ നാട്ടിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളെയും അനുകരിച്ചുകൊണ്ട് അതിന്റെയൊക്കെ പിന്നാലെ പോകുന്നു. ഇത് വേഷത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഏത് കാര്യങ്ങളിലാണെങ്കിലും ശരി, അനുകരിക്കുക എന്നത് വിദേഹത്തിലേക്ക് പോകുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും പണ്ടൊക്കെ വീടിന്റെ മുകളിൽ സ്ഥാപിച്ച കൊട്ടയിലൂടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിയെങ്കിൽ, അതായത് ഡിഷിലൂടെ വീടിനകത്തളത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ, ഇന്ന് വീടിന് മുകളിലുള്ള കൊട്ടയില്ലാതെ തന്നെ വയറുണ്ടായാലും വയറില്ലെങ്കിലും നമ്മുടെ ഫോണുകളിലൂടെ ഇറങ്ങി വരുന്നു. ഇങ്ങനെ കണ്ടതിന്റെ പിന്നാലെ എല്ലാം മനുഷ്യൻ പോകുന്നു. വേഷം തന്നെ പരിശോധിച്ചാൽ ഇന്ന് സ്ത്രീകളുടെ വേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പുരുഷന്റെ വേഷം പോലെ നെരിയാണിക്ക് മുകളിലുള്ള പാന്റ്, അരവരെ കീറുള്ള ചുരിദാറുകൾ, തൊലി മറച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ വിഷയം പരിശോധിച്ചാലും ഇതൊക്കെ വളരെ കടുത്ത തൗഹീദിന്റെ ആളുകളെന്നും സുന്നത്തിന്റെ ആളുകളെന്നും വിദേഹത്തിന്റെ എതിരാളികളെന്നും പറയുന്ന സംഘടനക്കാരുടെയും സംഘടനാ നേതാക്കന്മാരുടെയും മൗലവിമാരുടെയും ഖത്തീബുമാരുടെയും ദഅവത്ത് നടത്തുന്നവരുടെയും ഒക്കെ മക്കളും ഭാര്യയും പെങ്ങളും അവരൊക്കെ പരിശോധിച്ചാൽ നമുക്ക് നടുറോട്ടിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കോലത്തിലാണ്. കാരണം എന്താ? മറ്റുള്ളവരെ പിന്തുടരുന്നു. എന്താണോ നാട്ടിൽ ഫാഷനായി വരുന്നത് അതിന്റെ പിന്നാലെ ആളുകൾ ഓടുകയാണ്. അപ്പൊ ഇതൊരു വിദേഹത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഹറാമിൽ പോലും ശിർക്കിൽ പോലും മതവിരുദ്ധമായ കാര്യങ്ങളിൽ പോലും സമൂഹം മറ്റുള്ളവർക്ക് പിന്നാലെ ഓടുന്നു. ഒരു മുസ്ലിമിന് ഇങ്ങനെ ആകാൻ കഴിയുമോ? ഇതൊരു വിദേഹത്തിന്റെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് വിഷയമാണെങ്കിലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ ലബ്ബിൻ ലദഖൽതുമൂഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ നടപടിക്രമങ്ങളെ അല്ലെങ്കിൽ മാർഗങ്ങളെ, വഴികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിൽ പോയി കയറും. എന്തിനാ കയറിയോ നോക്കൂല, ഓ മാളത്തിൽ കയറിയോ നിങ്ങളും പോയി കയറും. എന്നാൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിന്റെ പിന്നാലെ പോകും. ധാരണ നബി പറയുന്നത്, നിങ്ങൾ ഇതിന്റെ ഒന്നാമത്തെ സംബോധിതരായ സഹാബത്തിനോടായി പറയുന്നത്. അപ്പൊ ആ സഹാബത്തിനോട് പോലും പ്രവാചകൻ ഈ താക്കീ നൽകിയിട്ടുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളെ ഇഞ്ചോടിഞ്ച് പിൻപറ്റുമെന്നാണോ? അപ്പൊ നബി ചോദിച്ചു, ഫമൻ, പിന്നെ ആരാ? ഇവരല്ലാതെ പിന്നെ ആരെയാണ്? അപ്പൊ നോക്കൂ, ഇതിന്ന് യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു. മുമ്പത്തേനേക്കാൾ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളായ ആളുകളിൽ മഹാഭൂരിപക്ഷവും കണ്ടതിനും തൊട്ടതിനുമൊക്കെ മാതൃകയായി സ്വീകരിക്കുന്നത്, ഇഞ്ചോടിഞ്ച് പിന്തുടരുന്നത് ഈ പിഴച്ച അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവെന്ന് നമ്മൾ വിശ്വസിക്കുന്ന 17 റക്അത്തുകളിൽ ദിവസവും പ്രാർത്ഥിച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് ഫാത്തിഹയിൽ പറഞ്ഞ ജൂത ക്രിസ്ത്യാനികളുടെ നടപടിക്രമങ്ങൾക്ക് പിന്നാലെയാണ്. നമ്മുടെ വീടുകളും നമ്മുടെ മക്കളും കുടുംബവും വേഷവും ഭൂഷാദികളും വസ്ത്രങ്ങളും മുടിയും അലങ്കാരങ്ങളും നഖവും എന്നുവേണ്ട എല്ലാ സംഗതികളും ഇവരെ പിൻപറ്റുന്നതിൽ ആകെ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രവാചകൻ താക്കീത് നൽകിയ ആളുകൾ അത് നമ്മൾ തന്നെയല്ലേ എന്നത് നമ്മോട് ഓരോരുത്തരും നമ്മൾ ചോദിക്കുക. ഇത് അന്ന് സഹാബത്തിനോട് പറഞ്ഞു, പിൽക്കാലത്ത് ഇതുണ്ടായി, ഇപ്പോൾ അതിൽ മുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട